ഇന്ന് ഇന്നലത്തെ പോലെയല്ല കേട്ടോ. നല്ല മഴച്ചാറ്റലൊക്കെയുള്ള ദിവസമായിരുന്നേ. രാവിലെ തൊട്ട് ദാ ഈ നേരം വരെ നല്ല മഴച്ചാറ്റലായിരുന്നു കേട്ടോ. ചെടികളൊക്കെ കണ്ടോ മഴയത്ത് ഇങ്ങനെ നനഞ്ഞ് നിൽക്കുവാണ് കേട്ടോ. വലിയ മഴയുണ്ടോയെന്ന് ചോദിച്ചാൽ വലിയ മഴയൊന്നുമില്ല. ചാറ്റിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. പക്ഷെ നമുക്ക് പുറത്തിറങ്ങി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ തുണിയൊക്കെ അലക്കി ഇടാനുണ്ടായിരുന്നു കേട്ടോ കുറേ. പക്ഷെ മഴ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ട് തന്നെ നല്ല തണുപ്പ് വെച്ചിട്ടുണ്ടേ. കഴിഞ്ഞ ദിവസത്തെ കാറ്റിൽ നമ്മുടെ ഡാലിയെന്നൊരു കൊമ്പൊടിഞ്ഞ് വീണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് പിടിച്ചെന്നും ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് കേടായി പോയി കേട്ടോ. അടിയിൽ നിന്ന് എന്തോ ഒരു കേട് കയറിയിട്ട് എന്താ പറ്റിയെന്ന് അറിയത്തില്ല. പക്ഷേ അതിൽ നിറച്ച് മൊട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ എനിക്കത് പോയത് കാരണം ഭയങ്കര സങ്കടമായേ. കഴിഞ്ഞ ദിവസം അതിൽ നിറച്ച് പൂക്കളൊക്കെ ഉണ്ടായിരുന്നേ. ഇനിയിപ്പം മഴ കൂടുതലായിട്ടാണോ എന്ന് അറിയത്തില്ല, അതിൻ്റെ തണ്ട് അത്രയ്ക്ക് മൂത്തിട്ടുണ്ടായിരുന്നില്ലേ. എന്തായാലും നമ്മുടെ ഈ ഒരു ഡാലിയ ചെടിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ കമൻസിലൂടെ. ഞാൻ ഇറങ്ങിയത് കണ്ടതേ ഇത് ഒരാൾ ചെരുപ്പിടാതെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടേ. ചെടികളെല്ലാം നോക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു ഡാലിക പോയി നോക്കിയപ്പോൾ അത് കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഒരാൾ. ഞാൻ എന്തായാലും കൊല്ലാനൊന്നും നിന്നില്ല. പൂവിൽ നിന്ന് അങ്ങോട്ട് തട്ടി ദൂരോട്ട് എറിഞ്ഞിട്ടുണ്ടേ. എനിക്ക് കൊല്ലാനൊക്കെ കുറച്ച് വിഷമമാണേ. അതുകൊണ്ട് ഞാൻ പൂവിൽ നിന്ന് അതിനെ ദൂരോട്ട് എടുത്ത് തോണ്ടിക്കളഞ്ഞു. പക്ഷേ കൊന്നില്ലെങ്കിൽ പിന്നെയും വരും കേട്ടോ. മഴ ഒരുപാട് ഓവറായിട്ടുണ്ടെങ്കിൽ ഡാലിയെ പെട്ടെന്ന് ചീഞ്ഞു പോകും കേട്ടോ. അതിൻ്റെ തണ്ടിൽ ഓൾറെഡി വെള്ളം ഉള്ളത് കൊണ്ടേ പെട്ടെന്ന് ചീയാനുള്ള ചാൻസ് കൂടുതലാണേ. നമ്മുടെ ഇവിടുത്തെ മഞ്ഞ ഡാലിയകളെല്ലാം നേരെ റോഡിലേക്കാണ് കേട്ടോ നോക്കി നിൽക്കുന്നത്. ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ ഇതിലും വലിയ പൂവുണ്ടാവും.